എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുണ്ടല്ലോ ഞാൻ കഴിക്കാനായിട്ട് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ബിസ്ക്കറ്റായിരുന്നു ഇത്. ഇവിടെ യുഎയിൽ വന്നതിന് ശേഷം ഞാൻ പലയിടത്തും ഈ ബിസ്ക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എങ്ങൊന്നും ഇത് കിട്ടിയിരുന്നില്ല. ഇന്നാണ് പെട്ടെന്ന് ഇത് കഴിക്കാനായിട്ട് ഒരാഗ്രഹം. എന്നാ പിന്നെ ഉണ്ടാക്കി കളഞ്ഞേക്കാം. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് മൈദ അളന്നെടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് മൈദയാണ് അളന്നെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കില്ലേ, അതുപോലെ അരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തായി വേറൊരു ബൗളിലേക്ക് നമുക്ക് ബട്ടർ എടുക്കണം. ഞാനിവിടെ 100 ഗ്രാം ബട്ടറാണ് എടുത്തേക്കുന്നത്. ഇതിന്റെ 80 ഗ്രാം മാത്രം നമുക്ക് മതിയാവും. അതുകൊണ്ട് നമുക്ക് 80 ഗ്രാം മുറിച്ചെടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കേണ്ടത്. ഇനി നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് നമുക്ക് ഈ ബട്ടർ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ലൊരു സോഫ്റ്റായി നല്ലൊരു ക്രീം ടെക്സ്ചർ ആവുന്നിടം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് പൊടിച്ചേക്കുന്നത്. അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മധുരമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1/4 കപ്പിന് പകരം 1 കപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ബിസ്ക്കറ്റിന് ഒത്തിരി അങ്ങ് മധുരമില്ല. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ള മധുരമുള്ളൂ. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബട്ടർ ഇവിടെ നന്നായിട്ട് ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാതിരിക്കാൻ നോക്കണം. മുട്ടയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലൊരു ക്രീം ആവുന്നിടം വരെ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇതിവിടെ നല്ലൊരു ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ബിസ്ക്കറ്റിന് ഒരു യെല്ലോ കളർ ആണല്ലോ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതിന്റെ ആ ഒരു ടേസ്റ്റിനൊന്നും ഒട്ടും തന്നെ വ്യത്യാസമില്ല. ഇത് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തലോ ഒന്നും നമുക്ക് ഇതിലേക്ക് വരത്തൂല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബനാന എസൻസ് ആണ്. അതാണ് ഇതിന്റെ ഫ്ലേവർ നമുക്ക് തരുന്നത്. ഈ ബിസ്ക്കറ്റിന് ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ബനാന എസൻസ് ആണ്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഇത് ഒരു ടീസ്പൂൺ ബനാന എസൻസ് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേബിൾ സ്പൂണും ടീസ്പൂണും തെറ്റിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കസ്റ്റാർഡ് ടേബിൾ സ്പൂണും കോൺഫ്ലവർ 2 ടീസ്പൂണും ആണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ഒക്കെ മിക്സ് ചെയ്തില്ലേ, അത് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട്. ഇത് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ചെറു ചൂടുള്ള പാല് ഒഴിച്ചിട്ട് ഒന്നൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മൾ നാരങ്ങയൊക്കെ ഇല്ലേ, ഒരു ചെറുനാരങ്ങ ആ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട്. കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും തടവിയതിന് ശേഷം വേണം നമ്മളിത് കയ്യിലെടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഒരു ബോൾ പോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു എന്താ കാഷ്യൂ നട്ടിന്റെ ഒക്കെ ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിൽ വേണം നമ്മൾ ഇതാക്കി എടുക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ഷേപ്പാണല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഒത്തിരി വലിയ ഉരുള എടുക്കണ്ട, ഒരു ചെറിയ ഉരുള മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക്, ഞാനിത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാനിത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അറ്റ് എ ടൈം നമ്മളൊരു 5 എണ്ണമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇതങ്ങ് ബേക്കായി വരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി എണ്ണ ആയി കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ബിസ്ക്കറ്റിന്റെ ഒക്കെ മുകളിൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പാലായാലും ഇതുപോലെ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യുന്ന കാര്യമില്ല. ഇനി നിങ്ങൾക്ക് എയർ ഫ്രയർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എയർ ഫ്രയറിൽ ഒരു 180 ഡിഗ്രി 25 മിനിറ്റ്സ് ആണ് ഞാൻ വെച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ
കുക്കീസ് ഇവിടെ നല്ലതായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ അടിയൊക്കെ തന്നെ ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ആദ്യം എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ സോഫ്റ്റ് പോലെ തോന്നും. പക്ഷെ അത് പുറത്തിരിക്കുന്ന സമയത്ത് നന്നായിട്ട് ഹാർഡായിട്ട് വരുന്നതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ കുക്കീസും ഇവിടെ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഇത് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. അകമൊക്കെ നല്ല ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒട്ടും തന്നെ സോഫ്റ്റോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.